യാക്കുകയും ചെയ്യും. അതിനും മടിയില്ല. റമളാൻ മാസം മുഴുവനും പട്ടിണിയിരിക്കുന്നു. എന്തിനാണ്? വിശപ്പിന്റെ വേദന അറിയാൻ. മാതാപിതാക്കളില്ലാത്തവരുടെ വേദന എങ്ങനെയാ നിങ്ങൾ അറിയുക? ക്യാൻസർ പേഷ്യന്റിന്റെ വേദന എങ്ങനെയാ നിങ്ങൾ അറിയുക? ഉടുക്കാൻ വസ്ത്രമില്ലാത്തവന്റെ വേദന നിങ്ങൾ എങ്ങനെ അറിയും? ആദ്യം സുലൈമാൻ ഒരു കാര്യം ചെയ്യൂ. ഇസ്ലാമോഫോബിയ എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. ഞാൻ ഫോൺ എടുക്കാം, വിളിച്ചോ. നമ്മുടെ സുഹൃത്തുക്കള് ഫോൺ നമ്പർ ഇടുന്നുണ്ട്. എന്താണ് ഇസ്ലാമോഫോബിക് ഒന്ന് പറഞ്ഞു തന്നാ മതി. എന്നാ ബിന്ത് കെ ഒരു കാര്യം ചെയ്. കെയുടെ മകൾ ഒരു കാര്യം ചെയ്. എന്താണ് എനിക്ക് തെറ്റുപറ്റിയത് അങ്ങോട്ട് പറ. ഞാൻ അറിഞ്ഞിരുന്നു, രഘു അറിഞ്ഞിരുന്നു. ഒരു കാര്യം ചെയ്. അല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഇത്രയും ആളുകളെയും എന്താണ് ഇസ്ലാം എന്നും എന്താണ് നോമ്പെന്നും പഠിപ്പിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഞാൻ തുറന്നു തന്നില്ലേ? നിങ്ങൾ വിളിച്ചോ. റെനി ആ നമ്പർ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പൊ നമ്പർ ഇല്ലാത്തതിന്റെ പേരിലാണ് വിളിക്കാത്തെന്ന് പറയണ്ട. ഞങ്ങൾ എല്ലാവരും അതങ്ങ് കേട്ട് വിശ്വസിച്ചോളാം. പോരെ ഫ്രീ തിങ്കറെ? അല്ല, ഖുർആനിലുള്ളത് പറഞ്ഞാലാണ് ഇവർക്ക് കുരു വിട്ടുക. ഖുർആനിൽ ഇല്ലാത്തത് പറഞ്ഞാൽ ഇവർക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അതാ ഫ്രീ തിങ്കർ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങളങ്ങ് വിളിച്ചോ, ഞങ്ങളെ കൂടെ അങ്ങ് പഠിപ്പിക്ക്. ഓരോ കർമ്മത്തെ സംബന്ധിച്ചും ഓരോ മതവിഭാഗവും ഗ്രന്ഥങ്ങളൊക്കെ നോക്കി അവരുടെ മതഗ്രന്ഥങ്ങൾ എന്താണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് മനുഷ്യൻ അറിവിന്റെയും ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ജനതയാണുള്ളത്. സുലൈമാൻ നമ്പർ ഇട്ടിട്ടുണ്ട്, കിട്ടിയായിരുന്നോ? ബിന്ദു കെ നമ്പർ ഇട്ടിട്ടുണ്ട്, കിട്ടിയായിരുന്നോ? ഏതൊരു മനുഷ്യനും തലയ്ക്കകത്ത് വെളിവ് വന്നു കഴിഞ്ഞാൽ അവര് ചിന്തിക്കും, ഞാൻ 10-15 മണിക്കൂർ പട്ടിണിയിരിക്കുമ്പോൾ പടച്ചോൻ എന്ത് രൂപത്തിലുള്ള സുഖമാ കിട്ടുക? പടച്ചോൻ നമ്മളിൽ സംപ്രീതനാകുമെന്നാണല്ലോ പറയുന്നത്. അതൊരു സാഡിസ്റ്റ് പടച്ചോനല്ലേ? നമ്മൾ നമ്മുടെ മക്കളോട് പട്ടിണി കിടന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കാമെന്ന് പറയുമോ? നമുക്കതിന് പറ്റുമോ? നമുക്കങ്ങനെ പറ്റുമോ? എന്റെ കുഞ്ഞ് പട്ടിണി കിടന്ന് വല്ലാതെ വാടി തളർന്ന് വിശന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് അതിനെ സ്നേഹിക്കാൻ, അതേപോലും അത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടുകൂടി ഇരുന്നിട്ട് ഉമ്മ എന്ന് വന്ന് വിളിക്കുമ്പോൾ, വാപ്പ, അച്ഛ, അമ്മേ, അപ്പ, പപ്പ ഇതൊക്കെ വന്ന് വിളിക്കുമ്പോഴല്ലേ നമുക്ക് സമാധാനം ഉണ്ടാകുക, നമുക്ക് സന്തോഷം ഉണ്ടാകുക. മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെയാ ചെയ്യുക. ഞങ്ങളുടെ വീട് ചെറുതും വീട് നിറയെ മക്കളുമായിരുന്നു. കുറച്ച് അരി ഉണ്ടാകും, അന്നന്നത്തേക്ക് അന്നന്ന് വാങ്ങാറാണ് പതിവ്. അപ്പോൾ ഉമ്മച്ചി ഒരു കലത്തില് ചോറെടുത്ത് അവിടെ വെക്കും. ഒരു വലിയ ഉരുളിക്കകത്ത് കുറച്ച് വെള്ളവും എടുത്ത് വെക്കും. കഴുകിയ പാത്രമായിരിക്കും, എന്നാലും ഒന്നും കൂടി ആ വെള്ളത്തിനകത്തുനിന്ന് കഴുകി എല്ലാവർക്കും ഒരുമിച്ചാണ് ചോറ് തിന്നാൻ തരിക. കാരണം ഒരാൾ കഴിച്ചിട്ട് രണ്ടാമത് കുറച്ചും കൂടി ചോദിച്ചാൽ കലത്തിൽ ചോറുണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ എല്ലാവർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് നജാസ്, അതെ, മുസ്ലിം വിരോധം പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ്. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങ് ചെയ്തോ. ഉസ്താദുമാര് പൈസ ഉണ്ടാക്കുന്ന കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ. അവസാനം നോമ്പാണ്, നിങ്ങൾക്ക് തന്നെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അടങ്ങി കേട്ടുകൊണ്ടിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് മതം അങ്ങോട്ട് പഠിപ്പിക്കും. ഞങ്ങൾ എല്ലാവരും പഠിക്കാം. നമ്മൾ പറയുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അത് രേഖപ്പെടുത്താനാണ് നിങ്ങൾക്ക് നമ്പർ തന്നിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ പറയുന്നത് തെറ്റാണ്, ശരിയല്ല, ഖുർആനല്ല, ഹദീസല്ല, ഇസ്ലാം ഇതല്ല പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞങ്ങളെ പഠിപ്പിക്കും, ഞങ്ങളെ പഠിച്ചോളാം എന്നല്ലേ പറയുന്നത്. എന്താണെങ്കിലും ഞങ്ങളത് പഠിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു വന്നത്,
അപ്പോൾ കുറേ ചോറിനോടൊപ്പം തന്നെ ചക്കയും മരിച്ചിനിയും ഒക്കെ നിർബന്ധമായിട്ടും ഉണ്ടാകും. ചോറ് മാത്രം തരാനുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും കോരി എല്ലാ പാത്രങ്ങളിലും വെച്ച് കഴിഞ്ഞിട്ട് ഉമ്മ കലമങ്ങ് അടയ്ക്കും. അപ്പൊ എന്താ ഉമ്മച്ചി കലമടച്ചത്? അപ്പൊ എൻ്റെ ഒരു സഹോദരനോട് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയിട്ടുള്ള മുതിർന്ന സഹോദരൻ. അപ്പോ ഇക്കാന്നാ ഞങ്ങൾ വിളിക്കുക. അപ്പൊ ഇക്ക ഇങ്ങനെ കലം പൊക്കി നോക്കുമ്പോൾ കലത്തിനകത്ത് ചോറില്ല, ഉമ്മച്ചിക്ക് ചോറില്ല. അപ്പോൾ ഇക്കാണെങ്കിൽ കുറച്ച് വിശപ്പ് കൂടുതലുള്ള ആളാണ്. നല്ലോണം ഭക്ഷണം കഴിക്കും. 3 ഹോട്ടലിൽ നിന്നൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. അത്രയ്ക്ക് വിശപ്പുള്ള ആളാണ്. അത്രയ്ക്ക് പണിയെടുക്കും. അപ്പോൾ ഇക്കയുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് ചോറ് കലത്തിലേക്ക് ഇട്ടു കൊടുക്കും ഉമ്മച്ചിക്ക്. എന്താണെന്നറിയാം, ഉമ്മച്ചി വിശന്നിരിക്കരുത് കുറച്ചാണെങ്കിലും. അബ്ജി കഴിച്ചിട്ട് അബ്ജി കുറച്ച് ഉമ്മക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാലും ആ ഉമ്മച്ചിയോടുള്ള സ്നേഹം, ഞങ്ങൾക്കൊന്നും അത്രയ്ക്കും പക്വതയില്ല, ഞങ്ങൾക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ടൊന്നും. ഞങ്ങൾക്ക് കിട്ടുന്നത് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് തിന്നുക എന്നുള്ളതല്ലാതെ ഞങ്ങൾക്കറിയാം എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുക. എന്നിട്ട് പടച്ചോനെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ പോലും ഒരു മനുഷ്യൻ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പിടയുമ്പോൾ എന്നോട് എന്തൊരു സ്നേഹമാണ് അവന്. അവൻ പട്ടിണി കിടക്കുന്ന കണ്ടോ, അവന്റെ മോളാണെങ്കിൽ വെള്ളം തായോ എന്ന് ചോദിച്ചിട്ട് പോലും നില്ല മോളെ 1 മണിക്കൂർ, നില്ല മോളെ 2 മണിക്കൂർ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനോട് പ്രസാദിക്കാൻ സാധിക്കുന്ന ഒരു പടച്ചോനെ നിങ്ങൾക്ക് കാരുണ്യവാൻ എന്ന് പറയാൻ സാധിക്കുന്നെങ്കിൽ എനിക്കതിന് കഴിയില്ല. ബട്ടർഫ്ലൈ ചോദിക്കാം, ഒരു ദേഷ്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോ ചോദിച്ചോ, എല്ലാവർക്കും കേൾക്കാമല്ലോ. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്നു, മതത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരു മതവും മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ, ഈ രാജ്യത്ത് ജീവിക്കാൻ, ഭരണഘടനാപരമായി ജീവിക്കാൻ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ വിശ്വാസത്തിന്റെ പേരിൽ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമോ? ബുദ്ധിയും ബോധവുമുള്ള ആളുകൾ, അറിവ് വേണം, ബോധ്യം വേണം, യുക്തിബോധം വേണം, അവർക്ക് ചില അനുഭവ പരിജ്ഞാനങ്ങളും വേണം. മതത്തിലെ അനുഷ്ഠാനങ്ങളെല്ലാം വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ്. അതിന് പിന്നീട് ന്യായങ്ങൾ കണ്ടെത്തുവാണ് മനുഷ്യർ. അല്ലാതെ നിങ്ങളൊന്ന് പറ, സ്വന്തം മകനെ ബലി കൊടുത്തിട്ട് സ്വർഗം വാങ്ങുന്ന ഒരു പ്രവാചകൻ, ഫ്രീ തിങ്കറെ റെനി, ഇവർ രണ്ടുപേരും നമ്മുടെ സുഹൃത്തുക്കളാണ്, നമുക്ക് സ്ഥിരം പരിചയമുള്ള ആളുകളാണ്. ഫ്രീ തിങ്കറിനോട് ഒരാള് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ 10 കോടി രൂപ തരാം. ഒരായുഷ്കാലം മുഴുവനും നമ്മൾ അധ്വാനിച്ചാലും 10 കോടി പോയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ കാരണം നമുക്ക് ചെലവുകളുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കുട്ടിയേ ഉള്ളൂ എന്ന് വിചാരിച്ചു, അതല്ലെങ്കിൽ ഒന്നും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു കുട്ടിയുടെ തലയെടുക്കണം എന്ന് പറഞ്ഞാൽ റെനിയോ ഫ്രീ തിങ്കറോ അതിന് തയ്യാറാകുമോ? അവര് പറയട്ടെ. അവര് പറയുമ്പോ മറുപടി നമുക്ക് കേൾക്കാം. ബിന്ദുക്കെ എടുത്തില്ലല്ലോ എന്ന് പറയരുത്, എടുക്കാൻ തയ്യാറായി പോയതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് പ്രവാചകൻ പഠിപ്പിച്ചതാ. എല്ലാ മനുഷ്യന്റെയും കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അവന്റെ ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ. ഒരു അണുമണിത്തൂക്കം നന്മയാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിലും അതവന് കിട്ടും, അണുമണിത്തൂക്കം തിന്മയാണെങ്കിലും അതവന് കിട്ടും. ഏതൊരു മനുഷ്യനാണെങ്കിലും ശരി, അവന് കിട്ടും എന്ത്? മാനവ അവൻ ഉദ്ദേശിച്ചത്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംരിഇം മിൻഹും. അവരിൽ നിന്ന് അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് അവന് കിട്ടും. മിൻ കുല്ലി ഇംരിഇം മിൻഹും, അവൻ എന്താ ഉദ്ദേശിച്ചാലും ശരി
അല്പമെങ്കിൽ അല്പം, കൂടുതലെങ്കിൽ കൂടുതൽ. അപ്പോൾ ആ മകന്റെ തലയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലേ പോയത്, അല്ലേ? അതേ ഫ്രീ തിങ്കറെ, ദൈവം വന്ന് പറഞ്ഞാലും അതല്ല അതിനപ്പുറം ആര് വന്ന് പറഞ്ഞാലും ശരി, 10 കോടി എന്നല്ല, ഇനി അതിനപ്പുറത്ത് നിന്നെ ഞാൻ ബില്യണയറാക്കി തരാമെന്ന് പറഞ്ഞാലും മില്യണയറാക്കി തരാമെന്ന് പറഞ്ഞാലും നിന്നെ ഈ ലോകത്തിന്റെ മൊത്തം അധികാരം ഏൽപ്പിച്ചു തരാന്ന് പറഞ്ഞാലും പോടാ പടച്ചോനെ എന്ന് പറയും. തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു പിതാവ്. ബട്ടർഫ്ലൈ വിഷയത്തിൽ നിന്നും ആളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേഷം കെട്ടി വരരുത്. മനസ്സിലായല്ലോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാ? നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക, അതിന് ഞാൻ ഉത്തരം പറയാം. അടുത്ത ചോദ്യം ചോദിക്കുക, വീണ്ടും ഉത്തരം പറയുക. വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടോ? മാത്യു, സന്തോഷം. ഓക്കെ, ഉണ്ടോ? ചോദിക്കാനുണ്ടോ? വരിക, ചോദിക്കുക. അതല്ല വിളിച്ചിനി ഞങ്ങളെ മതം പഠിപ്പിക്കാനാണോ ഉള്ളത്? അത് ചെയ്യാം. മനസ്സിലായോ? ഞാൻ വേറൊരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പൊ വന്നതാണ്. ഇവരുടെയൊക്കെ മനോഭാവം എന്താണ് എന്ന് നിങ്ങൾ അറിയണം. കാണിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല. ദാ റാഷിദ്, നോക്കിക്കോ, ഇപ്പൊ വന്നതാണേ. അവരുടെ നമ്പരൊക്കെ നോക്കിക്കോ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, നോക്കിക്കേ. ഇവരുടെ മനോഭാവം നോക്കിക്കേ. നാളെ നോമ്പാ തുടങ്ങാൻ പോന്നേ. എങ്ങനെയുണ്ട്? ഇനിയും കാക്കയുടെ ഫോട്ടോയും കൂടി ഞാൻ കാണിച്ചേക്കാം. കാക്കാക്ക് സമാധാനം വരട്ടെ. ഇതാ മനോഭാവം കണ്ടോ ഇവരുടെ ഒക്കെ? ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ഇങ്ങനെ ദിനം പ്രതി വരുന്ന തെറിവിളികളുണ്ടല്ലോ, അനാവശ്യങ്ങൾ പറയുന്നതുണ്ടല്ലോ, ഒട്ടും കുറവല്ല. മനസ്സിലായ? അതെ, സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. പതിയെ വന്ന് നമ്പർ കിട്ടിയപ്പോഴേക്ക് വന്ന് ചോദിക്കാണ് കല്യാണം കഴിക്കാൻ. കാരണം ഇവർക്ക് വേറെ പെണ്ണ് കിട്ടത്തില്ലായിരിക്കും. അതല്ലെങ്കിൽ പെണ്ണിനെ കണ്ടാൽ ഉടനെ പണിയുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമേ ഉണ്ടാകൂ. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ.